पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് നാം കിടക്കുകയാണ്. അതിൻ്റെ പേര് അടിമുടി അറിവ് എന്നാണ്. അപ്പോൾ മനുഷ്യ ശരീരവും അറിവും തമ്മിലുള്ള ആ അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചിട്ട് ഇവിടെ തിരുമൂലദേവൻ പറയുന്നു. ഇതിനു മുമ്പ് തന്നെ പല മന്ത്രങ്ങളിലും നാം കണ്ടു, ശരീരം എന്ന് പറയുന്നത് ശിവൻ്റെ ആലയമാണ്, ശിവൻ്റെ കോവിലാണ് എന്ന് അദ്ദേഹം പല സ്ഥലത്തും വീണ്ടും വീണ്ടും പറയണ്ടായി. അപ്പോൾ ശരീരത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നു ശൈവ സിദ്ധാന്തം. ശരീരം എന്നുള്ളത് ധർമ്മസ്ഥാപനത്തിനുള്ള ആദ്യത്തെ ഉപകരണമാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് കാളിദാസൻ പറഞ്ഞത് തന്നെയാണ് ഈ ശൈവസിദ്ധാന്തത്തിൻ്റെ കാതലും. അപ്പോൾ ശൈവസിദ്ധാന്തത്തിൽ മനുഷ്യ ശരീരത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നു. കാരണം ശിവൻ്റെ കോവിലാണത്. ശിവൻ വസിക്കുന്നത് ഈ ശരീരത്തിലാണ്. അപ്പോൾ ശിവനും ശരീരവും ഒന്ന് തന്നെയാണ് എന്ന് ഇവിടെ വ്യക്തമാകുന്നു. ഈ ശരീരം എന്ന് പറയുന്നത് ആരാണ്? ശരീരം എന്ന് പറയുന്നത് ഒരു പ്രകാശധാര നിറഞ്ഞ അറിവാണ്. അറിവല്ലാതെ മറ്റൊന്നുമല്ല ശരീരം. അതാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ശരീരം എന്ന് പറയുന്നത് സാക്ഷാൽ അറിവ് തന്നെയാണ്. ആത്മാവ് എപ്രകാരം അറിവായിരിക്കുന്നുവോ അതേപോലെ തന്നെ ശരീരവും അറിവാണ്, അതായത് ബോധം നിറഞ്ഞതാണ്. ആ ശരീരം അതിൻ്റെ മൂലസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് അറിവായി പ്രകാശമായി ജ്വലിച്ചു നിൽക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരീരം എന്നുള്ളത് ഒരു പ്രകാശധാരയാണ്, അറിവിൻ്റെ പ്രകാശധാരയാണ്. ഇതാണ് ശൈവസിദ്ധാന്തം നമ്മളോട് പറയുന്നത്. ഈ ശരീരം നശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശരീരത്തിൽ നിന്ന് ജീവൻ പറന്നു പോകുമ്പോൾ ഈ ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നു. അങ്ങനെ അതിൻ്റെ ആദ്യ രൂപമായ, അതിൻ്റെ മൂലരൂപമായ പ്രകാശത്തിൽ, അതായത് അറിവിൽ, ബോധത്തിൽ ഈ ശരീരം ലയിച്ചു ചേരുന്നു. അപ്പോൾ ശരീരത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ശിവൻ്റെ കോവിലാണ് ശരീരം. അതുകൊണ്ട് ശരീരം എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്, ബോധം തന്നെയാണ്, ശിവൻ തന്നെയാണ്. ഇതാണ് ശൈവസിദ്ധാന്തവും മറ്റ് പല ദർശനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ശരീരത്തെ കേവലം ഒരു ബാഹ്യവസ്തു എന്ന നിലയിൽ തള്ളിക്കളയുകയല്ല, മറിച്ച് ശരീരത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ശൈവസിദ്ധാന്തം. കാരണം ശരീരം എന്നുള്ളത് ശിവൻ വസിക്കുന്ന ആലയമാണ്, ആ ക്ഷേത്രമാണ്. ഇത് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ക്ഷേത്രമാണ് ശരീരം എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ ക്ഷേത്രജ്ഞനാണ് ശിവൻ. അപ്പോൾ ഇത് ഭഗവത്ഗീതയിലും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഗീതയായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ശൈവസിദ്ധാന്തമായിക്കൊള്ളട്ടെ, ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നുള്ള ദർശനം ഉൾക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അടിമുടി അറിവ് എന്നാണ് ഇതിൻ്റെ പേര്. അടി മുതൽ മുടി വരെ, അതായത് പാദം മുതൽ ശിരസ് വരെ എന്താണ്? അറിവ് മാത്രമേ ഉള്ളൂ. അറിവാണ് ശരീരം എന്ന് പറയുകയാണ്. അപ്പോൾ ശരീരത്തിന് നാം കൊടുക്കുന്ന ഈ ബാഹ്യമായ തലമല്ല തിരുമൂലദേവൻ കൊടുക്കുന്നത്. ശരീരത്തിൻ്റെ ആന്തരികമായ ആത്മീയമായ ഒരു തലമാണ് അറിവ് അഥവാ ബോധം. അപ്പോൾ നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരീരത്തിൽ നിന്ന് ജീവൻ പറന്നു പോകുമ്പോൾ ഈ ശരീരം വീണ്ടും പഞ്ചഭൂതങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ശരീരത്തിൽ അറിവ് എന്നും നിറഞ്ഞു നിൽക്കുന്നു. ശരീരം ജീവൻ പോയി കഴിഞ്ഞാലും ആ ശരീരം അറിവായി തന്നെ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളായി തന്നെ നിലനിൽക്കൊള്ളുന്നു. അതായത് എപ്പോഴും ശരീരത്തിൽ
പ്രകാശിച്ചു നിൽക്കുന്നത് അറിവിൻ്റെ മഹാപ്രകാശമാണ്. ഇതാണ് അടിമുടി അറിവ് എന്നതിൻ്റെ അർത്ഥം. അടി എന്ന് വെച്ചാൽ പാദം, പാദം മുതൽ മുടി വരെ ശിരസ് വരെ ഒന്ന് മാത്രമേ ഉള്ളൂ, അറിവ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ആദ്യ പാഠൽ നോക്കാം. കാലേത് തലേതെന്നും അറിയാത്തോരറിവില്ലാത്തോർ കാലെന്നാൽ ശക്തി തൻ്റെ അരുളാം നിമിത്തമല്ലോ ജ്ഞാനന്തൻ ഫലം ബ്രഹ്മം അരുളെന്ന് ഒടുക്കമാം ജ്ഞാനത്തെ കാട്ടിടുമ്പോൾ മുക്തിയും ലഭിച്ചിടും. അതായത് മനുഷ്യ ശരീരത്തിൽ കാല് തൊട്ട് തല വരെ എന്താണെന്ന് അറിയാത്തവർ അറിവില്ലാത്തവരാണ്, അജ്ഞാനികളാണ്. അതായത് ശരീരബോധത്തെക്കുറിച്ച് ഒരറിവുമില്ലാത്തവർ തീർച്ചയായിട്ടും അവർ അറിവില്ലാത്തവരാണ്. അപ്പോൾ ശരിക്കും ആത്മീയ ജ്ഞാനം കിട്ടണമെങ്കിൽ ആദ്യം ശരീരത്തിൻ്റെ ജ്ഞാനം കിട്ടണം. ശരീരം എന്താണ് എന്ന് പഠിക്കണം. അത് എവിടെ തൊട്ട്? കാല് തൊട്ട് തല വരെ പഠിക്കണം. അതായത് പാദം തൊട്ട് ശിരസ് വരെയുള്ള എല്ലാ അവയവങ്ങളും ഏതേത് ചക്രങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് നാം മനസ്സിലാക്കണം. മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ഭാഗങ്ങളെക്കുറിച്ചുള്ള വിപുലമായ ഒരു അറിവ് സാധകൻ നേടിയിരിക്കണം. അങ്ങനെ നേടാത്തവർ അറിവില്ലാത്തവരാണ്, അജ്ഞാനികളാണ്. എന്നിട്ട് തിരുമൂലദേവൻ വിവരിക്കണം, കാലെന്നാൽ ശക്തി തൻ്റെ അരുളാം നിമിത്തമല്ലോ. ശക്തിയുടെ അരുളാണ് കാലെന്ന് വെച്ചാൽ പാദം. ഇവിടെ പാദം എന്ന് പറയുമ്പോൾ ശക്തിയുടെ അരുളാണ്, ശക്തിയാണ്. അപ്പോൾ പാദം എന്ന് പറയുന്നത് പ്രാണശക്തിയാണ്. പ്രാണനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. കാല് മുതൽ പ്രാണശക്തി പ്രവഹിക്കുന്നു. അപ്പോൾ കാലിൽ ആരംഭിക്കുന്ന ഈ പ്രാണശക്തി എന്തിൻ്റെ അരുളാണ്? ശക്തിയുടെ അരുളാണ്. അപ്പോൾ പാദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പാദം വളരെ പ്രാധാന്യമർഹിക്കുന്ന ശരീരത്തിലെ ഒരു അവയവമാണ്. ഈ കാലുകൊണ്ട് പലപ്പോഴും പല മഹായോഗികളും പാദം സ്പർശിച്ചിട്ടാണ് പലർക്കും ശക്തിപാദം നൽകുന്നത്. കാൽപാദം ശിരസിൽ വച്ചിട്ടാണ് പലപ്പോഴും ശക്തിപാദം നൽകുന്നത് എന്ന് ഓർക്കുക. മാത്രമല്ല, കാലിണകളെയാണ് നാം പലപ്പോഴും ഈശ്വരൻ്റെ തന്നെ കാലിണകളായി കരുതി നാം പൂജിക്കുന്നത്. അപ്പോൾ പാദസ്പർശം വളരെ പ്രധാനമാണ്. നാം ഗുരുസ്പർശം എന്ന് പറയുന്നത് പാദം തൊട്ടാണ് നമസ്കരിക്കുന്നത്. അപ്പോൾ പാദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം 70,000 നാഡീഞരമ്പുകളും ഒന്നിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ കാൽപാദം. അതുകൊണ്ട് കാൽപാദം ശ്രദ്ധേയമാണ്, അത് പൂജനീയമാണ്, അത് ശിവൻ്റെ ഒരു അടയാളമാണ്, ശിവൻ്റെ ഒരു പ്രതീകമാണ് നമ്മുടെ പാദങ്ങൾ, കാൽപാദങ്ങൾ. അപ്പോൾ പാദത്തിന് പ്രാണശക്തി എന്നാണ് ഇവിടെ അർത്ഥം പറയുന്നത്. പ്രാണശക്തി മുതൽ തല വരെ, തല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്ഞാനം, ബ്രഹ്മജ്ഞാനം നൽകുന്ന സ്ഥലം, ശിരസ്, ആ ഉച്ചി വരെ സഹസ്രാരം വരെ. അപ്പോൾ പാദം തൊട്ട് സഹസ്രാരം വരെ അറിയാത്തവർ, എന്താണെന്ന് അത് അറിയാത്തവർ അജ്ഞാനികളാണ്. ഇതിനെക്കുറിച്ച് അറിവുള്ളവരാണ് ജ്ഞാനികൾ. അപ്പോൾ കാലെന്നാൽ ശക്തി തൻ്റെ അരുളാണ്. പിന്നെ ഈ ശരീരത്തിൽ പ്രത്യേകിച്ചും ശിരസിൽ എന്താണ്? ജ്ഞാനം നിറഞ്ഞു നിൽക്കുന്നു. ശിരസ്, അതായത് കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്, 3.5 ചുറ്റി ഉറങ്ങിക്കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. ആ മൂലാധാര ശക്തി സഹസ്രാരത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ജ്ഞാനോദയം അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുന്നത്, ശിവശക്തി മേളനം നടക്കുന്നത്. അപ്പോൾ പാദം ശക്തിയാണ് എങ്കിൽ ശിരസ് ശിവനാണ്. അതാണ് ഇവിടെ പ്രത്യേകത. പാദം ശക്തിയാണ്. അതായത് മനുഷ്യ ശരീരത്തിലെ പാദം എന്ന് പറയുന്നത്, കാൽപാദം എന്ന് പറയുന്നത് ശക്തിദേവിയുടെ അരുളാണ്. ആ ശക്തി തന്നെയാണ്, പ്രാണശക്തി തന്നെയാണ്. ഈ പ്രാണശക്തി മേൽപോട്ടേക്ക് കയറി ശിരസ്സാകുന്ന ആ ബ്രഹ്മത്തിൽ ലയിക്കുന്നു.
ശിരസാകുന്ന ശിവനിൽ ലയിക്കുന്നു. അപ്പോൾ ശക്തി ശിവമേളനം എന്ന് പറയുന്നത് പാദം തൊട്ട് ശിരസ് വരെയുള്ള ആ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളാണ്. ഷഡാധാരങ്ങളും കടന്ന് ഇവിടെ ശക്തി മൂലാധാരത്തിൽ നിന്ന് നേരെ സഹസ്രാരത്തിലെത്തിച്ചേരുന്ന യോഗശാസ്ത്രമായ കാര്യം നാം ഇവിടെ സ്മരിക്കണം. അതാണ് അടിമുടി അറിവിലെ ആദ്യ പാടൽ. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.